ബിഗ് ബോസ് മലയാളം സീസൺ 6 മുൻ സീസണുകളെ അപേക്ഷിച്ച് 4 ബെഡ്റൂം എന്ന വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റുമായി വന്നൊരു സീസണാണ്. അതിൽ എല്ലാ സൗകര്യങ്ങളും എല്ലാ അധികാരങ്ങളുമുള്ള ഒരു പവർ റൂമും കഷ്ടതകൾ നിറഞ്ഞ 3 സാധാരണ റൂമുകളും. എന്നാൽ സീസൺ 6ന്റെ ഈ കൺസെപ്റ്റ് ആദ്യ ആഴ്ചയിൽ തന്നെ 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. അതിന് മെയിൻ കാരണം വെറും വാഴകളായ കണ്ടസ്റ്റൻസിനെ ഈ സീസണിലേക്ക് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. വിരലിലെണ്ണാവുന്ന ചുരുക്കം കണ്ടസ്റ്റൻസ് മാത്രമേ കുറച്ചെങ്കിലും പ്രതീക്ഷ നൽകുന്നവരുള്ളൂ. എന്നാൽ പവർ റൂമിൽ ആദ്യ ആഴ്ചയിലും രണ്ടാം ആഴ്ചയിലും എത്തിയിരിക്കുന്നത് വെറും പാഴുകൾ എന്ന് പറഞ്ഞാൽ പോരാ, അതിലപ്പുറം എന്താണോ അതാണ്. എന്താണ് പവർ റൂം എന്നും എങ്ങനെ പവർ റൂം വേണ്ട വിധം യൂസ് ചെയ്യണമെന്നും അറിയാത്ത കുറച്ച് കണ്ടസ്റ്റൻസ്, ഗബ്രി, ജാസ്മിൻ, യമുന റാണി, ശ്രീരേഖ, നിഷാന എന്നിവർ. പവർ റൂം കൺസെപ്റ്റ് ആദ്യ ആഴ്ചയിൽ തന്നെ തകർന്ന് തരിപ്പണമായതുകൊണ്ട് ബിഗ് ബോസ് തന്നെ ഇടപെട്ട് അതിൽ ഏറ്റവും മോശം പ്രകടനം നടത്തിയ ഒരാളെ മാറ്റി പകരം മറ്റൊരാളെ പവർ റൂമിൽ എത്തിച്ചു. എന്നാൽ അവിടെയും പണിവാളി. പവർ റൂമിൽ ആദ്യമുണ്ടായിരുന്ന നിഷാനയ്ക്ക് പകരം എത്തിയത് ജാസ്മിൻ. ജാസ്മിന്റെ കാര്യം പറയേണ്ട, പവർ റൂമിൽ ഓൾറെഡി ഉള്ള ഗബ്രിയുമായി പ്രണയ നാടകമാണ് മെയിൻ. പ്രേക്ഷകരെ മൊത്തത്തിൽ വെറുപ്പിക്കുന്നു. ഇനിയും ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ സീസൺ 6ന് വലിയ പ്രതീക്ഷകളൊന്നും നൽകേണ്ട ആവശ്യമില്ല. എന്നാൽ ഇനിയും സമയമുണ്ട്. ഒന്നെങ്കിൽ പവർ റൂം കൺസെപ്റ്റിൽ വേണ്ട മാറ്റങ്ങൾ ഇനിയും വരുത്തുക, അതുപോലെ എൻഗേജിംഗ് ആയ ടാസ്കുകൾ കൊടുത്ത് മുന്നോട്ടുള്ള ദിവസങ്ങൾ രസകരമാക്കുക. പ്രേക്ഷകരുടെ അഭിപ്രായമൊന്ന് കമന്റിൽ അറിയിക്കുക.